ഇതാണ് ഭോജ് പാസ, നമ്മളെ ബേസ് ക്യാമ്പാണത്. ഏത് ടെൻറ്റാണോ നമ്മളെന്നറിയില്ല. നമ്മൾ ആൾക്കാർക്ക് നേരത്തെ വന്നിട്ടുണ്ട് പാക്കേജ് ടീമിൻ്റെ ടെൻറ്റ് അടിക്കാനായിട്ട്. ഇതിലെവിടെയാണ് ടെൻറ്റ് അടിച്ചേക്കുന്നില്ല, അവിടെ എവിടെയെങ്കിലും ആയിരിക്കുള്ളൂ. ആ അടിച്ചേക്കണേലൊക്കെ ഏതെങ്കിലും ആയിരിക്കുള്ളൂ. ഇതിവിടെ നിന്ന് ഒരു റോപ്പ് വേയിൽ ക്രോസ് ചെയ്യണം. റോപ്പ് വേയൊന്നും കാണാനില്ല, അങ്ങോട്ട് നീങ്ങണം എന്ന് വന്നിട്ട് അപ്പുറത്താണ്. ഇത് ഗംഗ ക്രോസ് ചെയ്യണം. കാഴ്ചയിൽ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടി ഇനിയുള്ള യാത്ര. ഇതിൽ ഈ കാണുന്ന ഓരത്തൂടെയുള്ള വഴി കൂടി ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ ഗോമുഖത്തും ഞങ്ങൾ കഴിഞ്ഞ തവണ പോയാൽ മതി. അപ്പോൾ ഒരു 1972 ഗോമുഖം അവിടെയായിരുന്നു. ഗോമുഖ ഗ്ലേഷ്യർ അവിടെയായിരുന്നു. അവിടെ നിന്നാണ് ഗംഗ ഉത്ഭവിച്ചിരുന്നത്, അതായത് ഭാഗീരഥി ഉത്ഭവിച്ചിരുന്നത്. ഇപ്പോൾ ഈ ആഗോളതാപനത്തിൻ്റെ ഇതായിട്ട് ഗ്ലേഷ്യറൊക്കെ ഒരു 2 കിലോമീറ്റർ ബാക്ക് പോയി. ഇപ്പോഴത്തെ ഗോമുഖം പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗംഗ ക്രോസ് ചെയ്യണം. ഭാഗീരഥി ക്രോസ് ചെയ്തിട്ട് പിന്നെയും പോകണം. 2-4 കിലോമീറ്റർ ബാക്ക് പോകണം അവിടേക്ക്. അതായത് ഇനി വരണവർ ശ്രദ്ധിക്കേണ്ടത്, ഗോമുഖ് പോകണം എന്നുണ്ടെങ്കിൽ തപോവൻ പെർമിറ്റ് എടുത്ത് വരണം, അല്ലാതെ ഗോമുഖ് പോകാൻ പറ്റില്ല. ഈ പറയുന്നതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഒന്നാമത് കിതപ്പും തണുപ്പും അല്ലാണ്ട്. ഓക്കെ.